ഉള്ളത്. മോഹൻലാലിന്റെ എൻട്രി ഇതെല്ലാം കൂടെ ആകുമ്പോഴും നല്ല നല്ല രീതിയിൽ ഇന്റർവെൽ കഴിഞ്ഞ് അങ്ങോട്ട് കാത്തിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡാൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഡാൻസിലെ കോറിയോഗ്രാഫി ഈ ദിലീപിനെയും മോഹൻലാലിനെയും മെയിൻ നിർത്തി 10-250 ആർട്ടിസ്റ്റുകളെ ഇറക്കി ആ വിഷ്വല് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡാൻസ് കോറിയോഗ്രാഫി അവിടെ വന്നിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതിന്റെ ഈ പടത്തിന്റെ മുന്നോട്ട് പോകുന്ന ആ ഇന്റർവെല് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ക്യാമറ നല്ല സ്റ്റൈലാ പോയിട്ടുണ്ട്. നല്ല വേഗത്തിലും നല്ല സ്റ്റഡിയായിട്ടും സ്പീഡപ്പിലും നമുക്ക് നല്ല എഫോർട്ട് ചെയ്യുന്ന രീതിയിൽ പോയിട്ടുണ്ട്. കാരണം ആ സീനെല്ലാം തന്നെ ഇവര് മാസ് സീനുകളാണല്ലോ കാണിക്കുന്നത്. അപ്പൊ മാസ് രീതിയിൽ ക്യാമറ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു മോശമല്ല. ഒരു സാഡ് സോങ് ഉണ്ട്, വിരഹത പറയുന്ന ഒരു പാട്ടുണ്ട്, പിന്നെ ഈ അടിപൊളി പാട്ട് അത്യാവശ്യം മോശമല്ല, പടത്തിന് മോശമില്ലാത്ത രീതിയിൽ അത് ഇപ്പൊ ഇതെല്ലാം കൂടെ വിഷ്വലൈസ് ചെയ്ത് ഇന്റർവ്യൂവിന് ശേഷം വരുമ്പോഴത്തേക്കും നല്ല പഞ്ചാണ്. നല്ല രീതിയിൽ ഒട്ടും ബോറില്ലാതെ ഇന്റർവ്യൂവിന് ശേഷം ഒട്ടും ബോറില്ലാതെ 1.5 മണിക്കൂർ നല്ല സ്റ്റൈലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഫാളി തോന്നിയിരുന്നത് ആർട്ട് ഡയറക്ഷൻ. അതെന്തോ 40 കോടിയൊക്കെ ഇറക്കിയ പടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു 20-25 കോടിക്കകത്ത് ഇറക്കിയിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഒരു പറയണായിരിക്കും മോഹൻലാലിന്റെ റേറ്റൊക്കെ ഷെയർ ഒക്കെ ആയിരിക്കും. അതിപ്പോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. 40 കോടി ഇറക്കിയ പടത്തിന്റെ ആർട്ട് ഡയറക്ഷനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പെട്ടിക്കടയൊക്കെ എടുത്തിടുമ്പോഴേക്ക് ഒരു ഫീല് വരുന്നുണ്ട്. പെട്ടി പല സീനിലും ഒക്കെ ഞാൻ കാര്യമാക്കണില്ല, ഒരു എന്റർടൈൻമെന്റ് സിനിമയല്ലേ, ലോജിക് അങ്ങനെ ഒന്നും ഇതില്ല. അപ്പൊ അതൊരു ഫെയിലോർ ഫീൽ ചെയ്ത്. അങ്ങനെ ആ ഇന്റർവെല്ലിന് ശേഷമുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇന്റർവെല്ലിന് മുമ്പുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവെല്ലിലെ ഈ പടം എൻഡ് ആയി കഴിഞ്ഞിട്ട് എസ് കെ സൂര്യയുടെ ഒരു വരവും അത് സസ്പെൻസിൽ കൊണ്ടുപോകണതും അതും നന്നായിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് സിനിമയിൽ പോകേണ്ട വിധത്തിൽ നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഒരു എന്റർടൈൻമെന്റ് ഫിലിം കാണാനാണെങ്കിൽ നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കേണ്ട, ബബ്ബായ്ക്ക് ടിക്കറ്റ് എടുക്കുക, ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് സഹിച്ചിരുന്നിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് ഈ പടം. അപ്പോൾ ഈ പടം ഇതില് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോവാം. പിന്നെ ഇതിന്റെ ആ പടത്തിന്റെ കഥയിലും അതിന്റെ ആഴങ്ങളോട്ടൊന്നും പറയണില്ല. അതൊക്കെ ഞാൻ അതിലൊന്നും വിളിച്ച് പറയണില്ല. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ്, പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് അടി കെട്ടുന്നവര് കൂടുതൽ ശക്തി പ്രാപിക്കും. അതാണല്ലോ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ അത് അതിജീവിച്ച് കൂടുതൽ ശക്തി പ്രാപിക്കും. തിരിച്ചു വരാനുള്ള ചാൻസ് കൂടെ കിട്ടിയാൽ നിങ്ങൾ അതിന്റെ ഡബിൾ നിങ്ങൾ കാണിക്കുകയും ചെയ്യും. അതൊക്കെ പറയാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ആദ്യമൊക്കെ കാണിക്കുന്നത്. പിന്നെ അപ്പൊ അതൊന്നും